നമസ്കാരം. ഇടുക്കി ജില്ലയുടെ ഹൃദയത്തുടിപ്പായ തൊടുപുഴ ഉപജില്ലയിലെ ഒരു കൊച്ചു ഗ്രാമമാണ് പൈങ്കുളം. വയലേലകളും തെങ്ങിൻ തോപ്പുകളും കവുങ്ങിൻ നിരകളും നിറഞ്ഞ കാർഷിക ഗ്രാമം. ഗ്രാമത്തിന്റെ തൊടുകുറിയായി നിലകൊള്ളുന്ന പുണ്യപുരാതന വിദ്യാലയമാണ് വിശുദ്ധ റീത്ത പുണ്യവതിയുടെ നാമധേയത്താൽ അനുഗ്രഹീതമായ സെന്റ് റീത്താസ് ഹൈസ്കൂൾ. അനേകായിരങ്ങൾക്ക് അക്ഷര വെളിച്ചമേകി പഴമയിലും പുതുമ നിലനിർത്തി നിലകൊള്ളുകയാണ് ഈ വിദ്യാഗോപുരം. ശാന്തസുന്ദരമായ വിദ്യാലയ അന്തരീക്ഷം, ഗ്രാമീണ നന്മ നിറഞ്ഞ വിദ്യാർത്ഥി സമൂഹം, സ്നേഹം നിറഞ്ഞ അധ്യാപകർ, അനധ്യാപകർ, ഇങ്ങനെ സെന്റ് റീത്താസ് ഹൈസ്കൂൾ കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബമായി മാറുന്നു. കോതമംഗലം രൂപതാധ്യക്ഷൻ അഭിമന്യമാർ ജോർജ് മഠത്തിൽ കണ്ടത്തിൽ പിതാവ് മുഖ്യ രക്ഷാധികാരിയായും രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ഡോക്ടർ പൈസ് മലേക്കണ്ടത്തിൽ വിദ്യാഭ്യാസ മാനേജരായും റവറൻഡ് ഫാദർ മാത്യു മുണ്ടയ്ക്കൽ വിദ്യാഭ്യാസ സെക്രട്ടറിയായും സേവനമനുഷ്ഠിക്കുന്ന രൂപതാ കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സ്കൂളിന്റെ മാനേജർ ഫാദർ മാത്യൂസ് മാളിയേക്കലാണ്. നിയമനങ്ങളും സ്ഥലം മാറ്റങ്ങളും. പ്രധാന അധ്യാപകനായിരുന്ന ശ്രീ സോണി മാത്യു ഒരു വർഷത്തേക്ക് LPR എടുത്ത ഒഴിവിലേക്ക് മുതലക്കോടം സെന്റ് ജോർജ് ഹൈസ്കൂളിലെ മലയാളം അധ്യാപിക സിസ്റ്റർ സൗമ്യ മൈക്കിൾ നിയമിതയായി. ഈ സ്കൂളിലെ മലയാളം അധ്യാപികയായിരുന്ന ശ്രീമതി ജോമി ജോർജിന് മേമടങ്ങ് സ്കൂളിലേക്ക് പ്രധാനാധ്യാപികയായി സ്ഥാനക്കയറ്റം ലഭിച്ചു. ബയോളജി അധ്യാപകനായ ശ്രീ റെജീഷ് തോമസ് കരിമണ്ണൂർ സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ട്രാൻസ്ഫറായി. ഇംഗ്ലീഷ് അധ്യാപകനായ ശ്രീ റോണിഷ് ടി ജോണിന് കലയന്താനി സെന്റ് ജോർജ് ഹൈസ്കൂളിലേക്ക് സ്ഥലമാറ്റം ലഭിച്ച ഒഴിവിലേക്ക് ശ്രീമതി ആൻമേരി മാനുവൽ ചെമ്പരത്തിയെ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമിച്ചു. ഹിന്ദി അധ്യാപിക ശ്രീമതി ബിസ്മി പയസ് ആയവന സേക്രഡ് ഹാർട്ട് ഹൈസ്കൂളിലേക്ക് സ്ഥലമാറ്റം ലഭിച്ചപ്പോൾ അതേ സ്കൂളിലെ ഹിന്ദി അധ്യാപകൻ ഡോക്ടർ മനീഷ് ഗോപിനാഥിനെ തൽസ്ഥാനത്തേക്ക് പാർട്ട് ടൈം ഹിന്ദി അധ്യാപകനായി നിയമിച്ചു. മലയാളം അധ്യാപികയായിരുന്ന ശ്രീമതി ടിജി ജോസ് വഴിത്തല സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിലേക്ക് സ്ഥലമാറ്റം ലഭിച്ചുപോയ ഒഴിവിലേക്ക് കോതമംഗലം സെന്റ് ജോർജ് HSലെ UP വിഭാഗം അധ്യാപികയായിരുന്ന ശ്രീമതി തുഷാര സോമൻ പ്രമോഷൻ ലഭിച്ച് നിയമിതയായി. സീനിയർ OA ശ്രീ ജോസ് ജെയിംസ് റിട്ടയർമെന്റ് ചെയ്ത ഒഴിവിലേക്ക് ഈ സ്കൂളിലെ തന്നെ FTM ആയിരുന്ന അൻവിൻ ജോസിന് പ്രമോഷൻ ലഭിച്ചു. അൻവിൻ ജോസിന്റെ ഒഴിവിലേക്ക് കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ FTM ആയിരുന്ന ജിൻസ് മാത്യു നിയമിതനായി. പ്രധാന അധ്യാപികയും 6 അധ്യാപകരും 4 ഓഫീസ് സ്റ്റാഫും ഉൾപ്പെടെ 11 പേരാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. കൂടാതെ പഠന പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നതിനായി തൊടുപുഴ BRC ചുമതലപ്പെടുത്തിയിട്ടുള്ള ശ്രീമതി സുനിത ജോർജ് ടീച്ചറും അധ്യാപനം നടത്തിവരുന്നു. ദൈവാനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചാണ് ഓരോ ദിവസവും ആരംഭിക്കുന്നത്. 8, 9, 10 ക്ലാസ്സുകളിലായി 78 കുട്ടികളാണ് ഇവിടെ അധ്യയനം നടത്തുന്നത്. 2025 ജൂൺ 2-ാം തീയതി പ്രധാന അധ്യാപകൻ ശ്രീ സോണി മാത്യുവിന്റെ അധ്യക്ഷതയിൽ കൂടിയ സ്റ്റാഫ് മീറ്റിംഗിൽ വിവിധ കമ്മിറ്റികൾ രൂപീകരിക്കുകയും കമ്മിറ്റികളുടെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. സ്റ്റാഫ് സെക്രട്ടറിയായി ശ്രീ സിഗി മാത്യുവിനെ തിരഞ്ഞെടുത്തു. ശ്രീമതി ബിൻസി ആന്റണിയാണ് സീനിയർ അസിസ്റ്റന്റ്. പ്രവേശനോത്സവം ജൂൺ 2 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് സ്കൂൾ മാനേജർ ഫാദർ മാത്യൂസ് മാളിയേക്കൽ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. 8-ാം ക്ലാസ്സിലേക്ക് പുതിയതായി പ്രവേശനം നേടിയ എല്ലാ കുട്ടികളെയും പൂക്കളും മധുരപലഹാരവും നോട്ട് ബുക്കും പേനയും നൽകി സ്വീകരിച്ചു. SSLC റിസൾട്ട്സ് 59 കുട്ടികളാണ് കഴിഞ്ഞ വർഷം SSLC പരീക്ഷ എഴുതിയത്. മുഴുവൻ കുട്ടികളും പരീക്ഷയിൽ ജയിച്ച് 100% വിജയം നേടാനായി. 3 കുട്ടികൾ ഫുൾ A+ഉം 5 കുട്ടികൾ 9 A+ഉം കരസ്ഥമാക്കി വിജയത്തിന്റെ മാറ്റുകൂട്ടി. അധ്യാപകരുടെ കൂട്ടായ പരിശ്രമവും മാതാപിതാക്കളുടെ പിന്തുണയുമാണ് ഈ വിജയത്തിന്റെ പിന്നിലുള്ളത്. പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കുന്നതിനായി മെറിറ്റ് ഡേ നടത്തുകയും മെമന്റോയും ക്യാഷ് അവാർഡും കുട്ടികൾക്ക് നൽകുകയും ചെയ്തു. മാനേജ്മെന്റ് സുതാര്യവും സുശക്തവുമായ മാനേജ്മെന്റ്
ഈ സ്കൂളിന്റെ പ്രവർത്തനങ്ങളെ സുഗമവും കാര്യക്ഷമവുമാക്കുന്നു. സ്കൂളിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും മാനേജ്മെന്റിന്റെ പരിപൂർണ പിന്തുണ ലഭിച്ചു വരുന്നു. മാനേജർ അച്ഛനും കൊച്ചച്ഛനും കൈക്കാരന്മാരും സ്കൂളിന്റെ ഏത് ആവശ്യത്തിന് വിളിച്ചാലും ഓടിയെത്താറുണ്ട്. PTA സ്കൂളിന്റെ എല്ലാ പുരോഗമന പ്രവർത്തനങ്ങളിലും കൂടെ നിന്ന് സഹകരിക്കുന്ന PTA ഈ സ്കൂളിന്റെ കരുത്താണ്. വളരെ തിരക്കുള്ള വ്യക്തിയാണെങ്കിലും സ്കൂളിന്റെ ഏതൊരു ആവശ്യത്തിനും സഹായ സഹകരണവുമായി ഓടിയെത്തുന്ന PTA പ്രസിഡന്റ് ശ്രീ ജോഷി മാത്യു, വൈസ് പ്രസിഡന്റ് ശ്രീമതി സജിത ബിനു, മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളെ നിങ്ങളുടെ സേവനങ്ങൾ ഈ നിമിഷം നന്ദിയോടെ ഓർക്കുന്നു. സ്കൂൾ പാർലമെന്റ് കുട്ടികളിൽ ജനാധിപത്യ അവബോധം വളർത്തുന്നതിനായി പ്രസിഡൻഷ്യൽ രീതിയിൽ ഇലക്ഷൻ നടത്തി. സ്കൂൾ ലീഡറായി മാസ്റ്റർ ഷിഫാൻ ഷിയാസിനെയും ചെയർപേഴ്സണായി കുമാരി നിയ ഷാജുവിനെയും തിരഞ്ഞെടുത്തു. സോഷ്യൽ സയൻസ് അധ്യാപകനായ സിഗിസാറിന്റെ നേതൃത്വത്തിലാണ് ഇലക്ഷൻ നടന്നത്. വിദ്യാരംഗം കലാസാഹിത്യവേദി കുട്ടികളിലെ സർഗാത്മക വാസനകൾ കണ്ടെത്തി വളർത്തുന്നതിനായി വിദ്യാരംഗം കലാസാഹിത്യവേദി ഈ സ്കൂളിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്നു. 2025-26 അധ്യയന വർഷത്തിലെ വിദ്യാരംഗം കലാസാഹിത്യവേദി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ജൂൺ 24 കുമാരമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഗ്രേസി തോമസ് നിർവഹിച്ചു. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ പുറപ്പുഴ സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന സർഗോത്സവത്തിൽ നമ്മുടെ സ്കൂളിൽ നിന്നും 7 കുട്ടികൾ പങ്കെടുക്കുകയും A ഗ്രേഡുകളും സർട്ടിഫിക്കറ്റുകളും കരസ്ഥമാക്കുകയും ചെയ്തു. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് മലയാളം അധ്യാപിക ശ്രീമതി തുഷാര സോമനാണ്. കാറ്റക്കിസം, മോറൽ സയൻസ് ഈശ്വരചിന്തയും സന്മാർഗബോധവും കുട്ടികളിൽ വളർത്തേണ്ടതിന് വേദപാഠ സന്മാർഗ ക്ലാസുകൾ ആഴ്ചയിൽ 2 ദിവസം വീതം നടത്തിവരുന്നു. പരീക്ഷകൾ നടത്തി ഉയർന്ന മാർക്ക് വാങ്ങുന്നവർക്ക് സമ്മാനങ്ങൾ നൽകി വരുന്നു. KCSL യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും ഉച്ചഭക്ഷണത്തിന് ശേഷമുള്ള ഇടവേളയിൽ KCSL അംഗങ്ങൾ ആനിമേറ്റേഴ്സിന്റെ നേതൃത്വത്തിൽ ഒന്നിച്ചുകൂടി പ്രാർത്ഥന നടത്തിവരുന്നു. ജപമാല മാസമായ ഒക്ടോബറിൽ എല്ലാവരും ഒന്നുചേർന്ന് ഭക്തിപൂർവം കൊന്തനമസ്കാരം നടത്തി. ആദ്യ വെള്ളിയാഴ്ചകളിൽ കത്തോലിക്ക കുട്ടികളെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുപ്പിക്കാനും ശ്രദ്ധിക്കുന്നു. കുട്ടികൾ KCSL വചന ബോർഡിൽ ബൈബിൾ വചനങ്ങൾ എഴുതിയിടുകയും ഹൃദയസ്ഥമാക്കുകയും ചെയ്തു വരുന്നു. കൂടാതെ രൂപതാതല മീറ്റിങ്ങുകളിലും മത്സരങ്ങളിലും കുട്ടികളെ പങ്കെടുപ്പിക്കുകയും ചെയ്തു വരുന്നു. KCSL പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് അധ്യാപകരായ ശ്രീ ജോബിൻ സി മാത്യുവും ശ്രീമതി ആൻമേരി മാനുവലുമാണ്. കമ്പ്യൂട്ടർ ലാബ് വിവരസാങ്കേതിക വിദ്യാരംഗത്ത് കുട്ടികൾക്ക് പരിജ്ഞാനം നൽകുന്നതിന്റെ ഭാഗമായി ഒരു നല്ല കമ്പ്യൂട്ടർ ലാബ് സ്കൂളിൽ പ്രവർത്തിക്കുന്നു. സ്കൂളിലെ IT കോർഡിനേറ്റർ ശ്രീ ജോബിൻ സി മാത്യു സാറും ജോയിൻ കോർഡിനേറ്റർ ശ്രീമതി ആൻമേരി മാനുവൽ ടീച്ചറുമാണ്. ലിറ്റിൽ കൈറ്റ്സ് ഹൈടെക് സ്കൂൾ പദ്ധതിയുടെ ഭാഗമായ ലിറ്റിൽ കൈറ്റ്സിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സോഫ്റ്റ്വെയർ സ്വാതന്ത്ര്യ ദിനാചരണം സ്കൂളിൽ നടത്തി. അന്നേ ദിവസം തന്നെ കുട്ടികൾക്ക് റോബോട്ടിക്സിൽ പരിശീലനം നൽകി. കൂടാതെ 2025 ജൂൺ നവംബർ മാസങ്ങളിലായി 2 സ്കൂൾ തല ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. ലിറ്റിൽ കൈറ്റ്സിന്റെ ചുമതല വഹിക്കുന്നത് ശ്രീമതി ആൻമേരി മാനുവൽ, ശ്രീ മനീഷ് ഗോപിനാഥ് എന്നിവരാണ്. ഗൈഡിംഗ് സമ്പൂർണ്ണ വ്യക്തിത്വ വികസനം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഗൈഡിംഗ് സംഘടനയുടെ 24 അംഗങ്ങൾ അടങ്ങുന്ന ഒരു യൂണിറ്റ് തുഷാര സോമൻ ടീച്ചറിന്റെ നേതൃത്വത്തിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്നു. വിവിധ ക്യാമ്പുകളിലെ കൃത്യമായ പങ്കാളിത്തം കുട്ടികൾക്ക് ഗ്രേഡ് മാർക്ക് ഉറപ്പുവരുത്തുന്നു. JRC വിദ്യാർത്ഥികളിൽ മാനുഷിക മൂല്യങ്ങൾ, സേവന മനോഭാവം, നേതൃത്വ പാടവം തുടങ്ങിയ ഗുണങ്ങൾ വളർത്തി സാമൂഹിക പ്രതിബദ്ധതയുള്ള പൗരന്മാരെ വാർത്തെടുക്കുവാൻ സഹായിക്കുന്ന JRC യൂണിറ്റ് സ്കൂളിൽ സജീവമാണ്. JRCയുടെ ചുമതല വഹിക്കുന്നത് ശ്രീ ജോബിൻ സി മാത്യു സാറാണ്. സ്കൂൾ ലൈബ്രറി കുട്ടികളിലെ ബൗദ്ധിക വൈകാരിക മേഖലകളെ ഉണർത്തി സർഗാത്മകതയിലേക്ക് വളരാൻ വായന കുട്ടികളെ സഹായിക്കും. തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പുസ്തകങ്ങൾ എടുക്കാനും വായിക്കുവാനുമുള്ള വലിയൊരു ലൈബ്രറി സംവിധാനം തന്നെയാണ് ഈ സ്കൂളിൽ ഒരുക്കിയിട്ടുള്ളത്.
ലൈബ്രറിയുടെ ചാർജ് വഹിക്കുന്നത് മലയാളം അധ്യാപികയായ ശ്രീമതി തുഷാര സോമനാണ്. ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും പോഷകസമൃദ്ധമായ ഭക്ഷണം നൽകി വരുന്നു. കൂടാതെ ആഴ്ചയിലൊരിക്കൽ മുട്ടയും പാലും നൽകുന്നു. ഭക്ഷണത്തിന്റെ ചുമതല വഹിക്കുന്നത് സിഗി മാത്യു സാറാണ്. കുട്ടികൾക്ക് രുചികരമായ ഭക്ഷണം ഒരുക്കുന്ന ഷാൻഡി സാബുവിനെയും സ്നേഹത്തോടെ ഓർക്കുന്നു. പച്ചക്കറിത്തോട്ടം. സ്കൂളിന്റെ പരിസരത്ത് പ്രധാന അധ്യാപിക സൗമ്യ സിസ്റ്ററിന്റെ നേതൃത്വത്തിൽ അധ്യാപകരും അനധ്യാപകരും കുട്ടികളും ചേർന്ന് ഒരു പച്ചക്കറിത്തോട്ടം പരിപാലിച്ചു വളർത്തുന്നു. പാവൽ, പയർ, തക്കാളി, വഴുതന, ചേന, വാഴ തുടങ്ങിയ വിവിധയിനം പച്ചക്കറികൾ തോട്ടത്തിലുണ്ട്. കൗൺസിലിംഗ്. കുട്ടികളിലെ പഠന നൈപുണ്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും പഠന പ്രശ്നങ്ങളും മാനസിക വൈകാരിക ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കി സഹായിക്കുന്നതിനും സ്കൂളിൽ കൗൺസിലിംഗ് സൗകര്യം ലഭ്യമാക്കിയിട്ടുണ്ട്. കുമാരമംഗലം ഫാമിലി ഹെൽത്ത് സെന്ററിലെ അഡോളസെന്റ് ഹെൽത്ത് കൗൺസിലർ വിഷ്ണുപ്രിയ വിനോദാണ് കുട്ടികൾക്ക് കൗൺസിലിംഗ് നടത്തിവരുന്നത്. ബോധവൽക്കരണ ക്ലാസുകൾ. കുട്ടികൾക്ക് പഠനത്തിൽ അനുഭവപ്പെടുന്ന പ്രതിസന്ധികൾ തരണം ചെയ്യാനും ലക്ഷ്യബോധത്തോടെ മുന്നേറാനും സഹായകമായ സെമിനാറുകളും ബോധവൽക്കരണ ക്ലാസുകളും നടത്തിവരുന്നു. കുട്ടികളുടെ വളർച്ചയിൽ മാതാപിതാക്കളുടെ പങ്ക് എന്ന വിഷയത്തിൽ പ്രത്യാശ ഫാമിലി കൗൺസിലിംഗ് സെന്റർ ഡയറക്ടർ സിസ്റ്റർ ലിൻസി ജോസ് SD മാതാപിതാക്കൾക്ക് ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്തി. കുട്ടികളുടെ സ്വഭാവ പ്രത്യേകതകൾ മനസ്സിലാക്കുന്നതിനും പഠന വൈകല്യങ്ങൾ കണ്ടെത്തുന്നതിനും പഠിക്കേണ്ട രീതിയിൽ പഠിച്ച് ഉന്നത വിജയം നേടുന്നതിനും സഹായകമായ 10 കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ജോർജ് സാർ നടത്തിയ ഏകദിന സെമിനാർ കുട്ടികൾക്ക് ഏറെ പ്രയോജനപ്രദമായിരുന്നു. കരാട്ടെ സ്പോർട്സ് അക്കാദമി. കുട്ടികളിലെ ശാരീരിക, മാനസിക, ബൗദ്ധിക, വൈകാരിക ക്ഷമതകളെ മെച്ചപ്പെടുത്താൻ ഉതകുന്ന രീതിയിൽ കരാട്ടെ, വടംവലി, ബോക്സിംഗ് തുടങ്ങിയ വിവിധ കായിക പരിശീലനങ്ങൾക്ക് ഷോബുക്കൈ കരാട്ടെ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള കരാട്ടെ സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ ഈ അധ്യയന വർഷം തുടക്കം കുറിച്ചു. ഒക്ടോബർ 24 വെള്ളിയാഴ്ച സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ തൊടുപുഴ സബ് ഇൻസ്പെക്ടർ ശ്രീ ബിജു VA ആണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. എല്ലാ തിങ്കളാഴ്ചകളിലും യോഷി ബേബി എബ്രാഹിം സാറിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് പരിശീലനം നൽകി വരുന്നു. കായിക പരിശീലനം. കുട്ടികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിവിധ തരത്തിലുള്ള കായിക പരിശീലനങ്ങൾ കുട്ടികൾക്ക് നൽകി വരുന്നു. സ്കൂൾ തലത്തിൽ വിവിധ കായിക മത്സരങ്ങൾ നടത്തി വിജയികളെ അനുമോദിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു വരുന്നു. സിഗി മാത്യു സാറും OA അൻവിൻ ജോസുമാണ് കായിക പരിശീലനത്തിന് നേതൃത്വം കൊടുക്കുന്നത്. വിവിധ ക്ലബ്ബുകൾ. സയൻസ് ക്ലബ്. കുട്ടികളിലെ ശാസ്ത്ര അഭിരുചി വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി സയൻസ് അധ്യാപകൻ ശ്രീ ജോബിൻ C മാത്യുവിന്റെ നേതൃത്വത്തിൽ സയൻസ് ക്ലബ് ഈ സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്നു. നല്ല ഒരു സയൻസ് ലാബ് സ്കൂളിനുണ്ട്. സ്കൂൾ തലത്തിൽ വിവിധങ്ങളായ മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും വിജയികളെ സമ്മാനങ്ങൾ നൽകി അനുമോദിക്കുകയും ചെയ്യുന്നു. ഉപജില്ലാ ശാസ്ത്രമേളയിൽ എല്ലാ ഇനങ്ങളിലും കുട്ടികളെ പങ്കെടുപ്പിക്കുകയും വിവിധ ഗ്രേഡുകൾ കരസ്ഥമാക്കുകയും ചെയ്തു. ഗണിതശാസ്ത്ര ക്ലബ്ബ്. കുട്ടികളിലെ ഗണിതശാസ്ത്ര അഭിരുചി വളർത്തുന്നതിന് സഹായകമായ വിവിധ പ്രവർത്തനങ്ങളുമായി ഗണിത ക്ലബ്ബ് ഈ സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്നു. സബ് ജില്ലാതല ഗണിതശാസ്ത്ര മേളയിൽ 8 കുട്ടികൾ വിവിധ ഇനങ്ങളിൽ പങ്കെടുക്കുകയും ഉയർന്ന ഗ്രേഡുകൾ വാങ്ങി വിജയിക്കുകയും ചെയ്തു. ഗണിത അധ്യാപിക ശ്രീമതി ബിൻസി ആന്റണിയാണ് ഗണിതശാസ്ത്ര ക്ലബിന്റെ ചാർജ് വഹിക്കുന്നത്. സോഷ്യൽ സയൻസ് ക്ലബ്. സോഷ്യൽ സയൻസ് അധ്യാപകൻ ശ്രീ സിഗി മാത്യുവിന്റെ നേതൃത്വത്തിൽ സോഷ്യൽ സയൻസ് ക്ലബ് ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. ഹിരോഷിമ ദിനം, ക്വിറ്റ് ഇന്ത്യ ദിനം തുടങ്ങിയ വിവിധ ദിനാചരണങ്ങൾ നടത്തിവരുന്നു. ഉപജില്ലാതല സാമൂഹ്യശാസ്ത്ര മേളയിൽ 6 കുട്ടികൾ വിവിധ ഇനങ്ങളിലായി മത്സരിക്കുകയും വിവിധ ഗ്രേഡുകൾ നേടുകയും ചെയ്തു. വർക്ക് എക്സ്പീരിയൻസ് ക്ലബ്. കുട്ടികളിലെ കലാപരമായ കഴിവുകളും കരവിരുതുകളും വളർത്തുന്നതിനായി വർക്ക് എക്സ്പീരിയൻസ് ക്ലബ് ഈ സ്കൂളിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ഈ വർഷം കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ഉപജില്ലാതല പ്രവൃത്തി പരിചയമേളയിൽ 20 ഇനങ്ങളിലായി കുട്ടികൾ പങ്കെടുത്തു. ബാംബു പ്രൊഡക്ട്സ് മേക്കിംഗിൽ മുഹമ്മദ് റയാൻ A ഗ്രേഡിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. മെറ്റൽ എൻഗ്രേവിംഗിൽ ഡെയിൻ ഷിജുവും, ലെതർ ഉൽപ്പന്ന നിർമ്മാണത്തിൽ മുഹമ്മദ് അൽഫാസും, ഓഫീസ് ഫയൽ നിർമ്മാണത്തിൽ ദിയ സുനിലും,
ഇലക്ട്രോണിക്സിൽ ശിവ സതീഷും എ ഗ്രേഡിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയവരാണ്. ഇലക്ട്രിക്കൽ വയറിംഗിൽ ഹൃദ്വിക് ബിശ്വാസും, വുഡ് വർക്കിൽ മിഥുൻ കെ ശിവനും, ബീഡ്സ് വർക്കിൽ അപൂർവ വിനുവും എ ഗ്രേഡിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കി. മറ്റു കുട്ടികൾ വിവിധ ഗ്രേഡുകളും കരസ്ഥമാക്കി. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. എ ഗ്രേഡിൽ 1ഉം 2ഉം സ്ഥാനം ലഭിച്ച കുട്ടികൾ തൊടുപുഴ APJ അബ്ദുൽ കലാം സ്കൂളിൽ വെച്ച് നടന്ന ജില്ലാതല പ്രവൃത്തി പരിചയമേളയിൽ പങ്കെടുക്കുകയും ഗാർമെന്റ് മേക്കിംഗ് ഇനത്തിൽ ആൽഫിയ ബിജുവും ഓഫീസ് ഫയൽ നിർമ്മാണത്തിൽ ദിയ സുനിലും എ ഗ്രേഡിൽ 2ാം സ്ഥാനം നേടി സംസ്ഥാനതല പ്രവൃത്തി പരിചയമേളയിൽ പങ്കെടുക്കുവാൻ യോഗ്യത നേടിയത് അഭിമാനാർഹമായ വിജയം തന്നെയായിരുന്നു. പാലക്കാട് BEM ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന സംസ്ഥാനതല പ്രവൃത്തി പരിചയമേളയിൽ ഗാർമെന്റ് മേക്കിംഗിൽ ആൽഫിയ ബിജു പങ്കെടുക്കുകയും എ ഗ്രേഡിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കി SSLC പരീക്ഷയ്ക്ക് ഗ്രേസ് മാർക്കിന് അർഹത നേടിക്കൊണ്ട് ഉന്നത വിജയം കൈവരിക്കുകയും ചെയ്തത് ഈ സ്കൂളിന്റെ തന്നെ അഭിമാനമാണ്. ആൽഫിയ ബിജുവിനും പ്രോത്സാഹനവും പിന്തുണയും നൽകിയ മാതാപിതാക്കൾക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. ഹെഡ് മിസ്ട്രസ് സൗമ്യ സിസ്റ്ററിന്റെയും പ്രവൃത്തി പരിചയ ക്ലബ് കൺവീനർ ശ്രീ മനീഷ് ഗോപിനാഥ് സാറിന്റെയും OA അൻവിൻ ജോസിന്റെയും ചിട്ടയായ പരിശീലനത്തിന്റെ ഫലമാണ് ഈ ഉന്നത വിജയം. വിജയികൾക്കും പിന്നിൽ പ്രവർത്തിച്ചവർക്കും അഭിനന്ദനങ്ങൾ. ഹെൽത്ത് ക്ലബ്. ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി ഹെൽത്ത് ക്ലബ് ഈ സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്നു. ഹെൽത്ത് ക്ലബിന്റെ നേതൃത്വത്തിൽ വ്യക്തി ശുചിത്വത്തെപ്പറ്റി ഒരു ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഒക്ടോബർ 15-ന് കൈകഴുകൽ ദിനമായി ആചരിച്ചു. ശ്രീമതി ആൻമേരി മാനുവലാണ് ഹെൽത്ത് ക്ലബിന്റെ ചാർജ് വഹിക്കുന്നത്. കുമാരമംഗലം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ RBSK നഴ്സായ ശ്രീമതി മിനി TVയുടെ സേവനങ്ങളും ഇവിടെ ലഭിച്ചു വരുന്നു. കുട്ടികളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിവിധ പരിശോധനകളും കുത്തിവയ്പ്പുകളും നൽകി വരുന്നു. അയൺ ഗുളികകളും യഥാസമയം വിതരണം ചെയ്യുന്നു. പൈങ്കുളം SH ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന കളറിംഗ് മത്സരത്തിൽ ഈ സ്കൂളിലെ സ്നേഹ മനോജ് 3ാം സ്ഥാനം കരസ്ഥമാക്കുകയും സർട്ടിഫിക്കറ്റും ട്രോഫിയും ക്യാഷ് അവാർഡും നേടുകയും ചെയ്തു. സ്നേഹ മനോജിന് അഭിനന്ദനങ്ങൾ. ഹരിതസേന. ഹിന്ദി അധ്യാപകൻ ശ്രീ മനീഷ് ഗോപിനാഥിന്റെ ചുമതലയിൽ ഹരിതസേന പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. വേസ്റ്റ് 3ആയി തരംതിരിക്കുകയും പ്ലാസ്റ്റിക് പോലെയുള്ള മണ്ണിൽ ലയിക്കാത്തവ ഹരിതകർമ്മസേനയ്ക്ക് നൽകി വരികയും ചെയ്യുന്നു. കുട്ടികൾ തന്നെ ക്ലാസ് മുറികളും സ്കൂൾ പരിസരവും ശുചിയായി സൂക്ഷിക്കുന്നു. പ്ലാസ്റ്റിക് രഹിത വിദ്യാലയമാണ് നമ്മുടേത്. സ്കൂൾ പരിസരത്ത് പച്ചക്കറിത്തോട്ടം നട്ടുവളർത്തി മാതൃകയാകുന്നു. ഹരിതസേന സ്കോളർഷിപ്പിനായി 8, 9 ക്ലാസ്സുകളിലെ യോഗ്യരായ കുട്ടികളെ കണ്ടെത്തി പരിശീലനവും ബോധവൽക്കരണവും നടത്തിവരികയും ചെയ്യുന്നു. സീഡ് ക്ലബ്. മാതൃഭൂമി സംരംഭമായ സീഡിന്റെ പ്രവർത്തനങ്ങൾ സ്കൂളിൽ സജീവമാണ്. കുട്ടികളുടെ മികവുറ്റ പ്രവർത്തനങ്ങൾ സീഡിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ശലഭോദ്യാനം താമരക്കുളം. പ്രധാന അധ്യാപിക സൗമ്യ സിസ്റ്ററിന്റെ നേതൃത്വത്തിൽ അധ്യാപകരുടെയും ഓഫീസ് സ്റ്റാഫിന്റെയും കുട്ടികളുടെയും സഹകരണത്തോടെ വിവിധ തരത്തിലുള്ള പൂച്ചെടികൾ നട്ടുപിടിപ്പിച്ച് മനോഹരമായ ഒരു ശലഭോദ്യാനം സംരക്ഷിച്ചു വരുന്നു. 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ പരിശ്രമ ഫലമായി സ്കൂൾ മുറ്റത്ത് ഒരുക്കിയിരിക്കുന്ന താമരക്കുളവും മനോഹര കാഴ്ചയാണ്. സ്കൂൾ കലോത്സവം. നവംബർ 4, 5, 6 തീയതികളിലായി മുതലക്കുടം സേക്രഡ് ഹാർട്ട്സ് ഗേൾസ് ഹൈസ്കൂളിൽ വെച്ച് നടന്ന ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ 23 ഇനങ്ങളിലായി കുട്ടികൾ മത്സരിക്കുകയും 11 ഇനങ്ങളിൽ എ ഗ്രേഡ് കരസ്ഥമാക്കുകയും ചെയ്തു. മിമിക്രിയിൽ ലക്ഷ്മി അനൂപും ഉറുദു സംഘഗാനത്തിൽ ഹിസാന ബഷീർ ആൻഡ് പാർട്ടിയും എ ഗ്രേഡിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കുകയും മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന റവന്യൂ ജില്ലാതല മത്സരത്തിൽ പങ്കെടുക്കുകയും എ ഗ്രേഡുകൾ നേടുകയും ചെയ്തു. തുഷാര സോമൻ ടീച്ചറാണ് കലാ കമ്മിറ്റി കൺവീനർ. വിജയികൾക്കും പിന്നിൽ പ്രവർത്തിച്ചവർക്കും അഭിനന്ദനങ്ങൾ. വികസിത് ഭാരത് ബിൽഡത്തോൺ. കേന്ദ്ര ഗവൺമെന്റിന്റെ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷന്റെ പുതിയ സംരംഭമായ വികസിത് ഭാരത് എന്ന ഇന്നോവേറ്റീവ് പ്രോഗ്രാമിൽ നമ്മുടെ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥികളായ വിഷ്ണു വിനോദ്, അഭിറാം ജയകുമാർ, ജോയൽ ജിൽസൺ എന്നീ കുട്ടികൾ പങ്കെടുക്കുകയും കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു. കൂടാതെ കേന്ദ്ര ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റുകളും ഈ കുട്ടികൾ നേടി. വിജയികൾക്കും പരിശീലനം നൽകിയ ബിൻസി ആന്റണി ടീച്ചറിനും അനുമോദനങ്ങൾ. റൈസ് പ്രോഗ്രാം. ബഹുമാനപ്പെട്ട MP ഡീൻ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന റൈസ് പദ്ധതിയുടെ വിവിധ പ്രവർത്തനങ്ങൾ
ഗണിതാധ്യാപിക ശ്രീമതി ബിൻസി ആന്റണിയുടെ നേതൃത്വത്തിൽ സ്കൂളിൽ നടന്നുവരുന്നു. ഇതിന്റെ ഭാഗമായി സ്കൂളിൽ എനർജി ക്ലബ് രൂപീകരിച്ചു. ഊർജ്ജ സംരക്ഷണശീലം, സാമൂഹിക അവബോധം ഇവ കുട്ടികൾ വളർത്തുന്നതിന് ഉതകുന്ന ക്ലാസുകളും പ്രവർത്തനങ്ങളും നടന്നുവരുന്നു. എനർജി ഹീറോയെ തിരഞ്ഞെടുക്കുന്ന പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നു. ദിനാചരണങ്ങൾ. പരിസ്ഥിതി ദിനം. പരിസ്ഥിതി ദിനമായ ജൂൺ 5-ന് മാനേജർ അച്ഛനും ഹെഡ്മാസ്റ്ററും അധ്യാപകരും കുട്ടികളും ചേർന്ന് സ്കൂൾ വളപ്പിൽ വൃക്ഷത്തൈ നട്ടു. കൂടാതെ കുട്ടികൾക്ക് വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. വായനാ ദിനം. ജൂൺ 19 വായനാ ദിനത്തോടനുബന്ധിച്ച് ഒരാഴ്ചക്കാലം വായനാ വാരമായി ആചരിച്ചു. മലയാളം അധ്യാപിക തുഷാര ടീച്ചറിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. അന്തരിച്ച തോമസ് തയ്യലിന്റെ ഓർമ്മയ്ക്കായി മകൻ തോമസിന്റെ സഹകരണത്തോടെ ഹെഡ്മാസ്റ്റർ സോണി സാറിന് മനോരമ പത്രം നൽകി വായനാ വാരം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ലഹരി വിരുദ്ധ ദിനം. ലോക ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26-ന് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. പോസ്റ്റർ രചന, മുദ്രാഗീതം, തെരുവ് നാടകം എന്നിവ കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി. സ്വാതന്ത്ര്യ ദിനാഘോഷം. ആഗസ്റ്റ് 15-ന് സ്കൂൾ മാനേജർ ദേശീയ പതാക ഉയർത്തുകയും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ചെയ്തു. കുട്ടികൾക്ക് മിഠായിയും വിതരണം ചെയ്തു. ഓണാഘോഷം. PTA-യുടെ നേതൃത്വത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് വിപുലമായ രീതിയിൽ ഓണം ആഘോഷിച്ചു. ഓണപ്പൂക്കളം, മലയാളി മങ്ക, വടംവലി തുടങ്ങിയ വിവിധ മത്സരങ്ങൾ ഓണാഘോഷത്തിന് മാറ്റുകൂട്ടി. ഓണസദ്യയും ഓണപ്പായസവും ഉണ്ടായിരുന്നു. ഗാന്ധി ജയന്തി. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ സ്കൂൾ ഹെഡ്മിസ്ട്രസിന്റെ നേതൃത്വത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ഒത്തുചേർന്ന് സ്കൂൾ മുറ്റവും പരിസരവും വൃത്തിയാക്കുകയും ചെടികൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു. ക്രിസ്മസ് ആഘോഷം. PTA പ്രസിഡന്റിന്റെയും ഹെഡ്മിസ്ട്രസിന്റെയും അധ്യാപകരുടെയും കുട്ടികളുടെയും സാന്നിധ്യത്തിൽ അസിസ്റ്റന്റ് മാനേജർ അച്ഛൻ കേക്ക് മുറിച്ചുകൊണ്ട് ക്രിസ്മസ് ആഘോഷത്തിന് തുടക്കം കുറിച്ചു. ക്രിസ്മസ് കരോൾ ഗാനം, ക്രിസ്മസ് പപ്പായുടെ സാന്നിധ്യം ഇവയെല്ലാം കുട്ടികൾക്ക് ആനന്ദം പകരുന്ന അനുഭവമായിരുന്നു. ഇവ കൂടാതെ വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ ചാന്ദ്ര ദിനം, ബഷീർ ദിനം, ഹിരോഷിമ നാഗസാക്കി ദിനം, ഓസോൺ ദിനം, ലോകഭക്ഷി ദിനം, കേരളപ്പിറവി, ശിശുദിനം തുടങ്ങിയ നിരവധി ദിനാചരണങ്ങൾ സമുചിതമായി ആഘോഷിച്ചു വരുന്നു. പഠനയാത്ര. ഏതൊരു കുട്ടിയെ സംബന്ധിച്ചും വിദ്യാലയ അനുഭവങ്ങളിൽ മറക്കാനാവാത്ത ഒന്നാണ് 10ാം ക്ലാസ്സിലെ പഠനയാത്ര. ഈ സ്കൂളിൽ നിന്നും 10ാം ക്ലാസ്സിലെ 26 കുട്ടികൾ ഈ അധ്യയന വർഷം പ്രധാന അധ്യാപികയുടെയും ക്ലാസ് ടീച്ചറിന്റെയും നേതൃത്വത്തിൽ അധ്യാപകരുടെയും അനധ്യാപകരുടെയും സഹകരണത്തോടെ മൈസൂരിലേക്ക് ഒരു പഠനയാത്ര നടത്തി. കുട്ടികൾക്ക് വളരെ സന്തോഷകരമായ അനുഭവമായിരുന്നു ഈ പഠനയാത്ര. പുതിയ സ്റ്റേജ് നിർമ്മാണം. നമ്മുടെ സ്കൂൾ ഹാളിൽ ഒരു സ്റ്റേജിന്റെ ആവശ്യകത മനസ്സിലാക്കുകയും അതിന് സ്പോൺസറെ കണ്ടെത്തുകയും ഈ വർഷത്തെ സ്കൂൾ വാർഷികം പുതിയ സ്റ്റേജിൽ തന്നെ നടത്താമെന്ന ഉറച്ച തീരുമാനത്തോടെ നമ്മുടെ ഹെഡ് മിസ്ട്രസ് സൗമ്യ സിസ്റ്റർ മുന്നിട്ടിറങ്ങിയതിന്റെ ഫലമാണ് ഈ പുതിയ സ്റ്റേജ്. സിസ്റ്ററിന്റെ സഹോദരനും ലക്സംബർഗിലെ പ്രശസ്തമായ ആർസലർ മിത്തൽ കമ്പനിയുടെ ഡയറക്ടറുമായ ശ്രീ അഗസ്റ്റിൻ കൊച്ചുപറമ്പിലാണ് സ്പോൺസർ. അദ്ദേഹത്തെയും കുടുംബത്തെയും നന്ദിയോടെ ഓർക്കുന്നു. പഠന നിലവാരം മെച്ചപ്പെടുത്തൽ. കുട്ടികളുടെ കായികവും ബൗദ്ധികവും മാനസികവുമായ കഴിവുകളെ മെച്ചപ്പെടുത്തി ഉത്തമ വ്യക്തിത്വവും ലക്ഷ്യബോധമുള്ളവരുമാക്കി മാറ്റുവാൻ ഉതകുന്ന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് പഠന നിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന വിവിധ പാഠ്യേതര പ്രവർത്തനങ്ങൾ ഹെഡ് മിസ്ട്രസ് സൗമ്യ സിസ്റ്റർ നേതൃത്വത്തിൽ ആസൂത്രണം ചെയ്യുകയും അധ്യാപകർ ഒന്നുചേർന്ന് സജീവമായി പ്രവർത്തിക്കുകയും ചെയ്തു വരുന്നു എന്നുള്ളത് സ്കൂളിന്റെ വിജയമാണ്. SRG മീറ്റിംഗുകളും സബ്ജക്ട് കൗൺസിലുകളും പ്രധാന അധ്യാപികയുടെ അധ്യക്ഷതയിൽ കൂടുകയും കുട്ടികളുടെ പഠന നിലവാരം വിലയിരുത്തി മെച്ചപ്പെടുത്തൽ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ക്ലാസ് ടെസ്റ്റ്, മിഡ് ടേം എക്സാം, ടേംലി എക്സാം എന്നിവ നടത്തി മൂല്യനിർണ്ണയം നടത്തുകയും PTA മീറ്റിംഗ് കൂടി പരിഹാര നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. പഠനത്തിൽ പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടികൾക്ക് അവരുടെ പഠനശേഷി അനുസരിച്ച് പരിഹാരബോധവും നൽകി വരുന്നു. നന്ദിയുടെ ഒരു വാക്ക്. തുത്യർഹമായ 12 വർഷത്തെ അധ്യാപന ജീവിതത്തിനും 6 വർഷത്തെ പ്രധാന അധ്യാപക സേവനത്തിനും ശേഷം തന്റെ കർമ്മരംഗത്തു നിന്നും വിരമിക്കുന്ന ഹെഡ്മാസ്റ്റർ ശ്രീ സോണി മാത്യു സാർ. നിറഞ്ഞ പുഞ്ചിരിയോടെയുള്ള ശാന്തമായ പെരുമാറ്റം, ഏതു പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ധീരതയോടെ നേരിടാനും തരണം ചെയ്യുവാനുമുള്ള മനസ്സുറപ്പ്,
സ്കൂളിന്റെ പുരോഗമനത്തിനു വേണ്ടിയുള്ള ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ, സംഭാവനകൾ എല്ലാം നന്ദിയോടെ ഓർത്തുകൊണ്ട് നിറഞ്ഞ സ്നേഹത്തോടെ കൃതജ്ഞതയുടെ 1000 പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു. ഓഫീസ് അറ്റൻഡർ. സ്കൂളിന്റെ എല്ലായിടങ്ങളിലും സജീവ സാന്നിധ്യമായി നിറഞ്ഞു നിന്നിരുന്ന ഓഫീസ് അറ്റൻഡർ ജോസ് ചേട്ടൻ ശാന്തനായി, സുസ്മേരവദനായി, വിനയാന്വിതനായി മാത്രം കാണപ്പെട്ട ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു. മനുഷ്യരെ എന്ന പോലെ പൂക്കളെയും പ്രകൃതിയെയും എല്ലാം സ്നേഹിച്ചിരുന്ന ജോസ് ചേട്ടന്റെ എല്ലാ സ്നേഹ സേവനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. പുതിയ സ്റ്റേജിൽ ഒരു പുതിയ പ്രസംഗപീഠം സ്പോൺസർ ചെയ്ത ഹെഡ് മാസ്റ്റർ ശ്രീ സോണി മാത്യുവിനും പുതിയ ഫാനുകൾ സംഭാവന ചെയ്ത PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾക്കും ഓഫീസിലേക്ക് ഒരു പുതിയ ചെയർ സംഭാവന ചെയ്ത മുൻ ഓഫീസ് അറ്റൻഡർ ശ്രീ ജോസ് ജെയിംസിനും ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. സ്കൂൾ ഓഫീസിലേക്ക് ഈ വർഷം മനോഹരമായ ഒരു പുതിയ ടേബിൾ സംഭാവന ചെയ്ത തൊടുപുഴ പുളിമൂട്ടിൽ സിൽക്ക് ഹൗസിനെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. SSLC പരീക്ഷയുടെ അടുത്ത ഒരുക്കമായി നടന്നുവരുന്ന ഈവനിംഗ് ക്ലാസ്സിനായി നിൽക്കുന്ന 10ാം ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾക്കും എല്ലാ ദിവസവും ചായയും പലഹാരവും സ്പോൺസർ ചെയ്ത PTA പ്രസിഡന്റ് ശ്രീ ജോഷി മാത്യുവിന്റെ ഉദാര മനസ്സിന് ഹൃദയം നിറഞ്ഞ നന്ദി. അതോടൊപ്പം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ വാർഷികാഘോഷത്തിന് നിറം പകരാൻ ഇന്ന് ഇവിടെ എത്തിയ എല്ലാ വിശിഷ്ട അതിഥികളെയും നന്ദിയോടെ ഓർക്കുന്നു. ഈ വാർഷികാഘോഷം ഏറ്റവും മനോഹരമാക്കി തീർക്കുവാൻ സഹായ സഹകരണങ്ങൾ നൽകിയ സ്കൂൾ മാനേജ്മെന്റിനെയും PTA കമ്മിറ്റി അംഗങ്ങളെയും അധ്യാപകരെയും അനധ്യാപകരെയും കുട്ടികളെയും രക്ഷാകർത്താക്കളെയും നാട്ടുകാരെയും ഏറ്റവും സ്നേഹത്തോടെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. അനേകം തലമുറകളെ വാർത്തെടുത്ത കഥകൾ പറയാനുള്ള അനുഭവ സമ്പത്തുമായി ഇനിയും അനേകം തലമുറകളിലേക്ക് അറിവിന്റെ അക്ഷരദീപം പകർന്നു നൽകിക്കൊണ്ട് സെന്റ് റീത്താസ് ഹൈസ്കൂൾ പുരോഗതിയിലേക്കുള്ള ജൈത്രയാത്ര തുടരും എന്ന് ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ സൗമ്യ മൈക്കിൾ.